ഹായ്, SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു ടോക്സിക് പേഴ്സണെ നേരിടാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുള്ള ആളുകളാണെങ്കിലും, അതായത് ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിലുള്ളവർ വരെ ഈ ഒരു ടോക്സിക് ആയിട്ട് മാറാറുണ്ട്. അതേപോലെ തന്നെയാണ് മറ്റ് പല റിലേഷൻഷിപ്പും ഫ്രണ്ട്സിൻ്റെ ഇടയിലും നമ്മളിങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ള ആളുകളെ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ടോക്സിക് പേഴ്സൺസ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവരെ നേരിടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മാക്സിമം നിങ്ങളത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിലേക്ക് തന്നെ നോക്കി സംസാരിക്കുകയാണെങ്കിൽ നമുക്കതിന് ഇൻട്രസ്റ്റ് ഉണ്ട്, മീൻസ് അവരോട് സംസാരിക്കാനായിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊരു അർത്ഥം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംസാരം കൂടുകയും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുമ്പോൾ അവർക്കും സ്വാഭാവികമായിട്ട് സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുകയും പിന്നീട് അതൊരു വളരെ വലിയൊരു ചിലപ്പോൾ അത് പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു പല സംഭാഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്ന് കാണിക്കാനായിട്ട് ഈ ഒരു രീതി നമുക്ക് പരീക്ഷിക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, കണ്ണിലേക്ക് തന്നെ നോക്കി സംസാരിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. മറ്റെവിടേക്കെങ്കിലും നോക്കിയിട്ട് സംസാരിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, പുതിയ പുതിയ ടോപ്പിക്സ് ഒന്നും കൊണ്ടുവന്നിട്ട് ആ ഒരു കോൺവെർസേഷനിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. മിക്ക ആളുകളും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സംസാരിക്കുമ്പോൾ പുതിയ പുതിയ എന്തെങ്കിലും ടോപ്പിക്സ് കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു സംഭാഷണം കൂടുതലായിട്ട് നീണ്ടു പോവുകയാണ് ചെയ്യുക. നമുക്കതല്ല വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ടോപ്പിക്സ് ഒന്നും കൊണ്ടുവന്നിട്ട് കൂടുതലായിട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, കുറച്ചൊക്കെ ഒന്ന് ബോറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബ്രീഫ് ആയിട്ടുള്ള മൈനർ റെസ്പോൺസ് മാത്രം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വലിയ രീതിയിലൊന്നും റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വലിയ രീതിയിൽ അവർക്ക് ആൻസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റു പല ക്വസ്റ്റ്യൻസും അവരുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ വളരെ കുഞ്ഞി ആൻസേഴ്സ് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ അവർക്ക് തന്നെ തോന്നും, അതായത് അവർ സംസാരിക്കുന്നതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നൊരു തിരിച്ചറിവ് അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, കൂടുതലായിട്ട് നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, വളരെ ചെറിയ രീതിയിലുള്ള മൈനർ ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അവരെന്തെങ്കിലും കാര്യം നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളത് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കേട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തലയാട്ടുക അല്ലെങ്കിൽ ഷോൾഡറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ഇളക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, ആ രീതിയിൽ മാത്രം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളിപ്പോൾ വായികൊണ്ട് ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് കാണിക്കാനുള്ള കുറച്ച് രീതികളൊക്കെയാണത്. ഈ രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് കുഞ്ഞതായിട്ട് തല മാത്രം ചെറുതായിട്ടൊന്ന് അനക്കുക, മീൻസ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒന്ന് തലയാട്ട് അല്ലെങ്കിൽ ഷോൾഡർ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ മാത്രം നിങ്ങൾ ആൻസർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയാനുണ്ടെങ്കിൽ, പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോൺവെർസേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുക. വലിയ രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സാധാരണ എന്തായാലും സംസാരിച്ച് കഴിയുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളാകുമ്പോൾ പല രീതിയിലും സംസാരങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, മീൻസ് ആ ഒരു ഇതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ കോൺവെർസേഷനിൽ പെട്ടെന്ന് അങ്ങോട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. ഒരുപാട് സംസാരിക്കാതിരിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. അതായത് ആ സംഭാഷണം നിങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചെയ്യാനില്ലെങ്കിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള രീതിയിൽ, ബിസിയാണെന്നുള്ള രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അവരുമായിട്ട് അങ്ങനെ ഒരുപാട് സംസാരിക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ അവരോട് റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത്. എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വലിയ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വഴിയായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4-5 രീതികളുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളും തമ്മിലുള്ള ആ ഒരു പ്രശ്നം നമുക്ക് പകുതിയോളം കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. എന്താ ശരിക്കും സാധാരണ എല്ലാവരും സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ സംസാരിക്കുന്ന സമയത്ത് എന്തായാലും അവർ അവരുടേതായിട്ടുള്ള കുറേ രീതിയിലുള്ള കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കും. അങ്ങനെ കുറേ രീതിയിൽ അവർ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അത് സഹിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചും എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു, അവിടെ പ്രശ്നങ്ങൾ വരുന്നു, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്.
അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. അവരോട് നല്ല രീതിയിൽ സംസാരിക്കാതിരുന്ന, അല്ലെങ്കിൽ സംസാരിക്കാനേ പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പതിയെ പതിയെ അവരിലുള്ള സ്വഭാവം ഒന്ന് മാറ്റാനായിട്ട് ഈ പറഞ്ഞ രീതികൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അവർ തന്നെ ചിന്തിച്ചു തുടങ്ങും എന്താണ് ശരിക്കും സംഭവിച്ചത്. ഇപ്പം നമുക്ക് അവരോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ചിന്തിക്കാൻ തുടങ്ങും അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ പെരുമാറുന്നത്, കാരണം അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു രീതിയായിട്ട് മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ടോക്സിക് എന്ന് പറയുമ്പോൾ സ്നേഹ കൂടുതൽ കൊണ്ട് വരാനുള്ള സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ സ്നേഹ കൂടുതലായാലും പ്രശ്നമാണെന്നുള്ളതാണ് ഈ ടോക്സിക് ആണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യിക്കും, ഇൻട്രസ്റ്റ് ഇല്ലാന്ന് കാണിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലും അവർ ചിന്തിക്കുകയും അവരിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് അവർ തന്നെ മുൻകൈ എടുക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നേരിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ 4-5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. ഉറപ്പായിട്ടും അവരുടെ ലൈഫിൽ, അവരുടെ പെരുമാറ്റത്തിലൊരു മാറ്റം ഉണ്ടാവും. അത് നിങ്ങളുടെ ലൈഫിൽ കൂടി മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ ഇല്ലാതാക്കാനും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഈ പറഞ്ഞ രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം. മുന്നത്തേതിൽ നിന്ന് ഒരു മാറ്റം എന്തായാലും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നേരിടുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കാണുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കുറേ ആളുകളുണ്ട്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്